ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഡോണി ടോജോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് കാണുന്നത്, അതായത് ഇപ്പോഴും ആൾക്കാർ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ടോ, ഈ പാൻഡമിക്കിൻ്റെ ഇടയിലും എന്താണ് ഇവിടെ അവസ്ഥ, ലോക്ക്ഡൗൺ ആണോ, ലോക്ക്ഡൗൺ അല്ലയോ, അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് തിരക്കുകൾ, കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഒരുപാട് പേർക്കൊക്കെ ഒരു സംശയമുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജോലിക്ക് പോകുന്നത്. കാരണം വെച്ചാൽ ഇപ്പോഴും ടേക്ക് ഔട്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് ഡ്രൈവ് ത്രൂ അല്ലെങ്കിൽ ഡെലിവറി ഉള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ആണ്. പിന്നെ വാൾമാർട്ട് പോലുള്ള സ്ഥലങ്ങളും, അതായത് സൂപ്പർ സ്റ്റോറുകളൊക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെയൊക്കെ സാധനം മേടിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് അകത്താണ്ട് വലിയ എക്സ്പോസ്ഡ് അല്ല. പിന്നെ നമുക്ക് സൈക്കിളിലൊക്കെ പോകുന്നതുകൊണ്ട് ബസ്സിലൊന്നും പോകാത്തത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ബസ്സൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇവിടെ കണ്ടോ, റോഡ് കണ്ടോ, റോഡിലൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ട്. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ സൈക്കിൾ യാത്രയുള്ളൂ. നടക്കുവാനാണെങ്കിൽ നല്ല കാറ്റുള്ള ഒരു ദിവസമാണ് ഇന്ന്. നല്ല ഇവിടെ നമ്മുടെ സമ്മറായി വരികയാണ്. വിൻ്ററൊക്കെ മാറി തണുപ്പ്, കാറ്റും ഉണ്ട്, വെയിലും ഉണ്ട്. ആ ഒരു അവസ്ഥയാണ്. സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റിയ ടൈമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയാണ്ട് ആളുകളൊന്നും അത്രയും പുറത്തിറങ്ങുന്നില്ല. എങ്കിലും ഇവിടെ ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ആൾക്കാർ ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥയല്ല ഇവിടെ നേരെ തിരിച്ചാണ്. ആളുകളുടെ മെൻറ്റാലിറ്റി വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിൽ പോകുന്നത് അത്ര സേഫ് ഇല്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ ഞങ്ങൾ സൈക്കിളെടുത്താണ് മിക്കപ്പോഴും പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഊബർ വിളിക്കും. ഊബർ വിളിച്ചാൽ മാസ്ക് ഒക്കെ ഇട്ട് അതിനകത്ത് കയറി പോകും. അല്ലെങ്കിൽ തിരിച്ചു വരുന്നവർക്ക് നമ്മുടെ സായിപ്പ് കൂട്ടുകാരന്മാരുണ്ടാവും, അവന്മാരെ ഞങ്ങളെ കൊണ്ടുപോയാക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഉള്ള ഗായ്സ് ക്യൂൻസ്വേ ഹൈവേയുടെ മുകളിലാണ്. ഈ താഴെ കാണുന്നതാണ് ക്യൂൻസ്വേ ഹൈവേ. ഈ ആകാശം കാണുമ്പോൾ എന്ത് സംതൃപ്തിയാണെന്നറിയോ. പിന്നെ ഈ ഹൈവേന്ന് ബസ് കയറി വരും, അല്ലെ വണ്ടി കയറി വരും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓടിക്കണം. ഇവന് പണിക്ക് കയറാൻ സമയമായി, അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവാ. ഇതിവിടെയുള്ളൊരു ചർച്ചാണ്, സെയിൻറ്റ് പോൾസ് ചർച്ച് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കണ്ടോ, അടഞ്ഞു കിടക്കുകയാണ്. ലൈവ് സ്ട്രീമിങ് ചെയ്യാനാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പ്രാർത്ഥന കാണാൻ ലൈവ് സ്ട്രീമിങ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഹോളി മാസിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത് പിന്നെ ഇവിടെയുള്ളൊരു സ്കൂളാണ്. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാം ലോക്ക്ഡൗൺ ആണ്. സ്കൂൾസൊക്കെ ലോക്ക്ഡൗൺ ആണ്. കണ്ടോ,
കയറിയോടെ ചെയ്യുന്നത് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഗ്ലൗസ് ഇട്ടാണ് വന്നത്, എന്നാലും സാനിറ്റൈസ് ചെയ്യും. നമ്മൾ പണി കഴിഞ്ഞതാ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു. ദുഃഖശനി എന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ കാര്യമില്ല. സായിപ്പിന് എന്ത് ദുഃഖശനി? ചിക്കനും തിന്നും, പന്നിയും തിന്നും, ബീഫും തിന്നും. അപ്പം ഇന്ന് സാമാന്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി നല്ല ഓഫറും കൊടുത്തിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് ചില സമയത്ത് രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കുറഞ്ഞെങ്കിലും കുഴപ്പമില്ലാതെ പോയി. അതുകൊണ്ട് നേരെ ഇനി വീട് പിടിക്കുകയാണ്. വീട് പിടിച്ചിട്ട് നാളെ ഈസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ പണിക്ക് പോകുന്നുണ്ട്. അത് വലിയ ക്രെഡിറ്റുള്ള കാര്യമൊന്നുമല്ല. എന്നാലും പറയുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പണിക്ക് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള പല ആൾക്കാരും പല സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ചില ആൾക്കാർ വാൾമാർട്ടിലായിരിക്കും, ചില ആൾക്കാർ അതുപോലത്തെ ഇത് ഫാം ബോയ്, ഫ്രഷ്കോ അതുപോലുള്ള മെട്രോ പോലുള്ള സ്റ്റോറുകളാണ് ജോലി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളാണ്. അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോയാൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും ജോലിക്ക് പോകും. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ പോകാതിരുന്ന് കഴിഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അവർ പോവുകയും ഞങ്ങൾ പോകാതിരിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം നിർത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തണം. അതാണ് ഇപ്പോൾ പറ്റത്തില്ല. കാരണം വീട്ടിൽ ഒരു ചേട്ടൻ KFCയിലെ മാനേജറാണ്. അപ്പോൾ പുള്ളിക്ക് നിർത്താൻ പറ്റത്തില്ല. എൻ്റെ റൂംമേറ്റ് KFCയിലെ മാനേജറാണ്. അപ്പം പുള്ളിക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും മിക്കവരും തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകാത്തവർക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു പ്ലാൻ വരുന്നുണ്ട്, ഇപ്പോൾ $2000 പെർ മന്ത് കിട്ടുന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്യാം. അപ്പോൾ എന്നെ കമൻറ്റ് ബോക്സിൽ വന്നിപ്പം തെറി പറയാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ കയറി ഇരിക്കണമെന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഇതാണ്. ഇവിടെ നാട്ടിലെ അവസ്ഥയല്ല, ഇവിടെ അവസ്ഥ വേറെയാണ്. ഇതിനൊക്കെ ഇടയിലും ഞങ്ങൾക്കിപ്പം ഫീസ് ഇപ്പോൾ അടയ്ക്കാതിരിക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഒന്നും തന്നിട്ടില്ല. ഈ 15-ാം തീയതി എൻ്റെ അടുത്ത സെമസ്റ്ററിൻ്റെ ഫീസ് ഡ്യൂ ആണ്. അപ്പം
ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടെൻഷനുകളുടെ ഇടയിലാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ജീവിക്കുന്നത്. അതൊക്കെ മനസ്സിൽ വെക്കുക. ആൻഡ് അപ്പം ഇനി ഇതുപോലത്തുള്ള വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡോണി ടോജോ സൈനിങ് ഔട്ട്. ബൈ. ഒരു ടാറ്റു കൊടുക്കും. നിങ്ങളെൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? അത് കാനഡ റിലേറ്റഡുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. ആൻഡ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. ആൻഡ് പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബൈ, ടേക്ക് കെയർ.